ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. 2 വർഷത്തിനിടെ സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് 9,779 ഭാരതീയരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. യുദ്ധമുഖത്ത് നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ കാവേരി മുതൽ ഓപ്പറേഷൻ സിന്ധു വരെയുള്ള ദൗത്യങ്ങൾക്കായി 91 കോടി രൂപ ചെലവഴിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ്. തിരികെ എത്തുന്നവർക്ക് യാത്രയും ഭക്ഷണവും താമസവും സൗജന്യമായിട്ടാണ് ലഭ്യമാക്കിയത് എന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനാണുള്ളത്. പ്രജിത്ത്, പലപ്പോഴും യുദ്ധമുഖത്ത് മലയാളികൾ കുടുങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഇടത് സർക്കാർ വന്നിട്ട് പറയും ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം, ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന്. പിന്നീട് അതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ എന്തായാലും കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം വളരെ വെടിപ്പായി ചെയ്തിട്ടുണ്ട്. ഈ ഭാരതീയരെ എല്ലാം തന്നെ വളരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അവരുടെ യാത്രയും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായി ലഭ്യമാക്കി എന്നുള്ളതുമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരു ഭാരതീയ പൗരൻ തങ്ങളുടെ രാജ്യത്തിന് പുറത്ത് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു. തിരിച്ചു വരാൻ കഴിയാത്ത വിധം സാധാരണഗതിയിലുള്ള വ്യോമഗതാഗതവും കപ്പൽ ഗതാഗതവും ഒക്കെ തകരാറിലായി പോകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ഭാരതത്തിലെ സൈന്യവും ഭാരതത്തിലെ ഭരണകൂടവും അവിടെ എത്തി അവരെ തിരിച്ച് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളൊരു 2016 മുതൽ ഇങ്ങോട്ടുള്ള ഒരു സ്ഥിരം കാഴ്ചയുമാണത്. അങ്ങനെയുള്ളൊരു വിശ്വാസം ഇന്ന് ഭാരതീയർക്കുണ്ട്. ലോകത്തെവിടെ എത്തിയാലും ലോകത്തെവിടെയാണെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള ഭരണകൂടവും തങ്ങളുടെ സൈന്യവും തങ്ങളെ തിരിച്ചെത്തിക്കുമെന്ന്. അത്തരം സംവിധാനങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകളായി കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ആ പാർലമെൻറ്റിൽ ലോക്സഭയിലെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന രക്ഷാദൗത്യങ്ങളും അതുവഴി തിരിച്ചെത്തിച്ച ആളുകളുടെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. 9,779 പേരെയാണ് 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേന്ദ്രം വിവിധ കോൺഫ്ലിക്റ്റ് സോണുകളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്തും കപ്പലുകളിലും ഒക്കെയായി രക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു പോലെയുള്ള അത്തരം റെസ്ക്യൂ ദൗത്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതും കേന്ദ്രം പറയുന്നു. ഈ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 9,779 പേരെ കേന്ദ്രം ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. അത് 2023 ആദ്യ ദൗത്യമെന്ന് പറയുന്നത് ഓപ്പറേഷൻ കാവേരിയാണ്. അത് സുഡാനിൽ നിന്ന് 4,097 പേരെ, അതിൽ 136 പേർ വിദേശികളാണ്, അവരെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. ഇതിനുവേണ്ടി കേന്ദ്രം ഏതാണ്ട് 45.63 കോടി രൂപയും ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. 2023 തന്നെ ഇസ്രായേലിൽ നിന്ന് 1,343 പേരെ എത്തിച്ച ഓപ്പറേഷൻ അജയ്, അതുപോലെ തന്നെ ഹൈത്തിയിൽ നിന്നുള്ള രക്ഷാദൗത്യമായിട്ടുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതി, പിന്നീട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഭാരതം നടത്തിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 3,597 പേരെ, അതിൽ 14 ഓവർസീസ് ഇന്ത്യൻസും ഉണ്ട്, 14 വിദേശികളുമുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്ന് 818 ഭാരതീയരെയും ഭാരതത്തിലേക്ക് മടക്കി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരങ്ങൾ. ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും 27.68 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ദൗത്യം തുടരുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ കണക്കിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും സംഘർഷ സാഹചര്യങ്ങൾ അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ എംബസികളിലും മറ്റും പ്രത്യേക സംവിധാനമൊരുക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായും ആവശ്യഘട്ടത്തിൽ വേണ്ട മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങളും അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നതായും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. ഒപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ, അലർട്ട് സെൻ്ററുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന കമ്പനികളുമായിട്ടുള്ള സഹകരണം തുടങ്ങിയവയൊക്കെ ഇപ്പോൾ ഒരു പ്രോപ്പർ മെക്കാനിസം എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇത്തരത്തിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടാകുമ്പോൾ, ഒരു വംശീയ കലാപമുണ്ടാകുമ്പോൾ, ഒരു ചേരിതിരിഞ്ഞുള്ള ആഭ്യന്തര കലാപമുണ്ടാകുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ, ഭാരതീയരെ മോചിപ്പിച്ചെത്തിക്കാനുള്ള ഒരു കൃത്യമായ മെക്കാനിസം, ഒരു വർക്കിംഗ് മെക്കാനിസം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. 2023 മുതൽ 25 വരെയുള്ള കാലയളവിൽ 91 കോടി രൂപയിലധികമാണ് ഇത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ തിരിച്ചെത്തിക്കുന്ന ആളുകൾക്കുള്ള വിമാനയാത്രയെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കപ്പൽ യാത്രയെങ്കിൽ ആ യാത്ര സൗജന്യമാണ്, അവർക്കുള്ള താമസം സൗജന്യമാണ്, ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതും എല്ലാം സൗജന്യമായി തന്നെയാണെന്നും കേന്ദ്ര സർക്കാർ ഈ പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഏത് രക്ഷാദൗത്യം ഭാരതം നടത്തുമ്പോഴും ആ രക്ഷാദൗത്യം നടത്തുന്ന ഒരു സമയത്ത് തൊട്ട് മുൻപ് ചില വിമർശനങ്ങളുമായി ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ രംഗത്തെത്താറുണ്ട്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കൃത്യമായി ഭാരതം നടത്തുന്ന രക്ഷാദൗത്യങ്ങൾ എത്രത്തോളമാണ്, അതിൻ്റെ ഒരു തോത് എത്രയാണ് എന്നുള്ളത് കൃത്യമായി ഈ കണക്കുകളിൽ വ്യക്തമാണ്. ഓരോ രാജ്യത്തു നിന്നും ആവശ്യഘട്ടങ്ങളിൽ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആളുകളെ കൃത്യമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന അറിയിപ്പ്. അതൊരു വിശ്വാസം കൂടിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ഭാരതീയനും ലോകത്തിൻ്റെ എവിടെ പോയാലും അതൊരു ആപത്ത് ഘട്ടത്തിൽ, ഒരു അടിയന്തര ഘട്ടത്തിൽ തങ്ങളെ തിരിച്ച് സുരക്ഷിതമായി തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ അവിടെ ഒരു ഭരണകൂടവും അതിനുള്ള സംവിധാനവും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം കൂടിയാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. 2 വർഷത്തിനിടെ സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് 9,779 ഭാരതീയരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. 91 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾക്കായി എന്ന് വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ്. തിരികെ എത്തുന്നവർക്ക് യാത്രയും ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായിട്ടാണ് നൽകിയിട്ടും ഉള്ളത്. വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനനാണ്.